ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി പൊതു അറിയിപ്പ്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻസിന്റെ ജോലികൾ കരാർ ഏജൻസിയെയാണ് ഏൽപ്പിച്ചിരുന്നത്. 2023 ഒക്ടോബർ 1 മുതൽ 2024 സെപ്റ്റംബർ 30 വരെയായിരുന്നു ഈ ഏജൻസിയുമായുള്ള കരാർ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നത്. ഇതനുസരിച്ച് പ്രസ്തുത ഏജൻസിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി കരാർ തീരുന്നതിന് 1 മാസം മുൻപ് ഏജൻസിയെ ആശുപത്രി മാനേജ്മെന്റ് രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ്. അതിനാൽ പ്രസ്തുത കരാർ ഏജൻസിയുടെ കീഴിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന എല്ലാ കരാർ ജീവനക്കാരെയും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ അവരുടെ സേവനം 30/9/2024 അവസാനിക്കുന്നതായി ഏജൻസി അവരെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ ഏജൻസിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻസിനും തുടർന്നും അവരോടൊപ്പം മറ്റു സ്ഥാപനങ്ങളിലും ജോലി വാഗ്ദാനം ചെയ്തത് അവർ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴുള്ള പുതിയ ഏജൻസി പഴയ കരാർ ജോലിക്കാരിൽ കുറച്ചുപേരെ ജോലിക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ഏജൻസിയുടെ കീഴിൽ ജോലിക്കെടുത്ത അറ്റൻഡേഴ്സിനെ കൃത്യനിർവഹണത്തിൽ നിന്നും തടയുകയും ആശുപത്രിയുടെ സാഹചര്യത്തിന് യോജിക്കാത്ത രീതിയിൽ രോഗികളെയും കൂടെയുള്ളവരെയും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ച് ശല്യമുണ്ടാക്കുന്നത് ശ്ലാഘനീയമല്ല. പരാതികൾ ചർച്ച ചെയ്യാൻ കരാർ ഏജൻസിയും മാനേജ്മെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റും തയ്യാറായപ്പോഴും നീതീകരിക്കാനാവാത്ത രീതിയിൽ പ്രതിഷേധ സമരം നടത്തുന്നത് ഉചിതമായ രീതിയല്ല. രോഗി പരിചരണത്തിന് ആവശ്യാനുസരണം ജീവനക്കാരെ അടിയന്തരമായി നിയമിച്ചിട്ടുണ്ട്. അതിലൂടെ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള സേവനങ്ങൾ പ്രതിസന്ധിയിലാകാതെ തുടരുന്നതാണ്. മാനേജ്മെന്റും തൊഴിൽ കാര്യാലയവും നിയമവിഭാഗവും ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ആവശ്യമായ നിയമാനുസൃതമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി രോഗി സേവന മേഖലയിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. LF മാനേജ്മെന്റ്, ടീം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. നന്ദി.